ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ എന്താണെന്നറിയോ? നമ്മൾ ടാറ്റു അടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ടാറ്റു അടിക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. സർജാപൂർ മാത്തഹള്ളി റോഡിലാണ് ടാറ്റു അടിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് ട്രൈബൽ ഇങ്ക് ടാറ്റു ആൻഡ് പിയേഴ്സിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ചുറ്റും കാണാനൊക്കെ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ടേബിൾ കണ്ടില്ലേ, അവിടെ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടൈം പാസ് ചെയ്ത് അവിടെ ബുക്സൊക്കെ വായിച്ചിരിക്കാം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് ബോറടിക്കില്ല. This one. You want to know that on this one? Which one? This. This is looking better. ഇപ്പോൾ കുറേ ഡിസൈൻസ് അവർ നമ്മളെ കാണിച്ചു. അപ്പം ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. കൂടെ വന്ന രണ്ടുപേർക്ക്, എൻ്റെ ഹസ്ബൻഡിനും പിന്നെ എൻ്റെ ബ്രദർ കുനാൽ, അവനും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പം അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കടയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഓഫറിലൊക്കെ അവർ തരും. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. പിന്നെ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇവിടെ ചൂസ് ചെയ്തു. അപ്പം ആ പേര് ഞാൻ സെലക്ട് ചെയ്തു. അപ്പം എല്ലാവരും പറഞ്ഞു അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഡിസൈനും കൂടി സെലക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മൾ ആ ഡിസൈൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ എന്ത് ആഡ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഇതിൽ റെഡ് കളർ വരുന്നത് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു റെഡ് കളർ വേണ്ട എന്നുള്ളത്. അപ്പം ഞാൻ ഏതാ ചൂസ് ചെയ്തതെന്നാണോ, ഇതാട്ടോ ചൂസ് ചെയ്തത്. ദിസ് വൺ, ഇത് ചൂസ് ചെയ്തപ്പോൾ പേരിൻ്റെ കൂടെ ജുബൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞു. കുറച്ചും കൂടി നീളം ഉണ്ടാവും. മറ്റേത് ഷോർട്ടാണല്ലോ, ജുബൻ്റെ പേര് തന്നെ ഷോർട്ടാണ്. അപ്പം അതും കൂടി ആഡ് ചെയ്ത് കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഉണ്ടാവും ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടാറ്റു അടിക്കാൻ പോവാം. അപ്പോൾ അതിന് ടാറ്റു അടിക്കാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനത്തെ കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് അപ്പോഴാട്ടോ അറിയുന്നത്. അവർ നമ്മളെ കൈ മെഷർമെൻറ്റ് ഇങ്ങനെ അളവൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യും റേസർ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെയാണ് അത് കാണുന്നത്. ഈ ടാറ്റു അടിക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അടിച്ചു കഴിഞ്ഞപ്പം ഇറ്റ്സ് ഗുഡ് എന്ന് തോന്നി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 7th എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു സർപ്രൈസ് തന്നാണ്. എൻ്റെ പേരിൽ ആൾ ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇൻ റിട്ടേൺ എൻ്റെ ബർത്ത്ഡേക്ക് ആളെ പേരിൽ, പക്ഷേ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ബാംഗ്ലൂരാണ് സ്ഥലം. അപ്പം എവിടെയാണ് നല്ല സ്ഥലം എന്നൊക്കെ ഉള്ളത് ഇവർക്കേ അറിയുള്ളൂ. അപ്പം നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ആളെ പേര് ടാറ്റു അടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തോ ഒരു ക്രീമൊക്കെ തേക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. അതെന്താ സംഭവം? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് അവർ ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നേ ടാറ്റു ജനുവരി 7th എനിക്ക് സർപ്രൈസ് തന്നതാണ്. കുനാലും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി ചെയ്തതാണ്. ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് ആ നാട്ടിലേക്ക് വരുമ്പം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ആൻറ്റീൻ്റെ മകൻ, എൻ്റെ താഴെയുള്ള നെയ്ബർ ആൻറ്റീൻ്റെ മകനാണ് കേട്ടോ കുനാൽ. അപ്പോൾ ആൻറ്റീനെ ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, ജുബനും കുനാലും കൂടിയിട്ട് നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ടാറ്റു അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ടാറ്റു സർപ്രൈസ് അന്ന് പൊളിഞ്ഞു പോയതാട്ടോ. അപ്പം അത് കോമഡി ആയിരുന്നു. അപ്പം അന്ന് ടാറ്റു അടിച്ച സമയത്ത് ഒറ്റയ്ക്കാണ്. അപ്പം നല്ല വേദന ഉണ്ടായിരുന്നു എന്നുള്ളത് ഹസ്ബൻഡ് പറഞ്ഞു. ചെറുതായിട്ടൊന്നാൾ ഫെയിൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നല്ല പെയിന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പ് കടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പെയിനാണ് ഫസ്റ്റ് എനിക്ക് തോന്നി. പിന്നെ ചെയ്യുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പം ഇടയ്ക്കൊന്ന് കൂടും. സ്റ്റാർട്ടിങ് നല്ല വേദന തോന്നിയിട്ടുണ്ടായിരുന്നു.
ഞാൻ സത്യം പറഞ്ഞാൽ ഈ ടാറ്റൂവിനൊക്കെ എഗെയിൻസ്റ്റ് ചെയ്യുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ അടിച്ചു കഴിഞ്ഞപ്പം ആൾക്കും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. വേദന ഉണ്ട്, നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് യൂസ്ഡായി. എനിക്ക് തോന്നുന്നു നമ്മളെ ഗേൾസിന് പിന്നെയും വേദന സഹിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നമ്മളൊക്കെ ഈ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് പെയിൻ ഒക്കെ സഹിക്കുന്നത് കൊണ്ട് വേദന കുഴപ്പമില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ വേദന സഹിക്കില്ല. അപ്പം ഇന്ന് ആളും ഒരു ചെറിയ ടാറ്റു ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഹി വോണ്ട് ടു പ്രൂവ് ദാറ്റ് അന്ന് ഞാൻ പെയിൻറ്റ് ചെയ്തു പോയി, എനിക്ക് പേടിയില്ല. അപ്പം ഞാനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ടാറ്റു ചെയ്തപ്പം അന്നത്തേനെക്കാട്ടും ബെറ്റർ ആയിരുന്നു അന്ന്. അപ്പോൾ ഇത് നല്ല രസമുണ്ട് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പം നീഡിലൊക്കെ അവർ നമുക്ക് തുറക്കുന്ന സമയത്ത് തന്നെ അവർ കാണിച്ചു തരുന്നുണ്ട് ഏതാണ് നല്ലതൊക്കെ. മീൻസ് മീൻസ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ സമയം പോകാനും നമ്മളെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ട് അവർ നല്ല ഇംഗ്ലീഷ് പോപ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൻ്റെയൊക്കെ സോങ്സിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാം, വേദനയിലേക്ക് അധികം ചിന്തിക്കില്ല. അപ്പോൾ ലെസ് ലുക്ക്, ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്നല്ലേ നമുക്ക് നോക്കാം. നല്ല വേദന ഉണ്ടെന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഭയങ്കര വേദനയാണ്, പിന്നെ കുഴപ്പമില്ല, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചും അങ്ങനെയൊക്കെ ഇരുന്നെൻ്റെ വേദന അത്ര ഇല്ല, നമ്മൾ ഗേൾസ് അല്ലേ, നമുക്ക് പീരീഡ്സിൻ്റെ സമയമൊക്കെ ഉള്ളതോടെ നമ്മൾ എനിക്കൊക്കെ നല്ല പീരീഡ്സ് പെയിൻ ഉള്ള ആളാണ്. അപ്പം ഈ വേദനയൊന്നും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും വേദനയാണ് ഗായ്സ്. ശരിക്കും നല്ല വേദന ഉണ്ടായിരുന്നു, പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പം ഇവർക്ക് വല്ല ടാറ്റൂം ചെയ്യാനുണ്ടോ എന്നൊക്കെ എല്ലാം നോക്കുകയാണ്. അങ്ങനെ നമ്മളങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടോ. നമ്മൾ 7:30 അങ്ങനെ എന്തോ ആണ് പോയത്. തിരിച്ച് വരുമ്പോഴത്തേക്ക് 11 ആയിട്ടുണ്ട്. എൻ്റെ അത് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടാറ്റു ചെയ്യാൻ പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യുക അങ്ങനെ കുറച്ച് സമയങ്ങളാണ് നമുക്ക് പോയിട്ടുള്ളത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വാച്ചിങ്. കുനാൽ കുറേ വേറെ ടാറ്റൂസ് നോക്കുകയാണ്. നമുക്ക് നല്ല പോസിറ്റിവിറ്റി തരുന്ന കുറേ ടാറ്റൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അവൻ പറയുമായിരുന്നു. ലൈക്ക് സൂര്യൻ്റെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഒരു ചെറിയ ടാറ്റു ചെയ്യാറാണ് നോക്കുന്നത്. അപ്പം എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ചിലർ പറയും ഇത് വായിക്കാൻ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്, ചിലർ പറയും ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ജുബിൻ. അതേപോലെ എൻ്റെ ഹസ്ബൻഡ് ചെയ്തതാണ് നല്ലതെന്ന് ചിലർ പറയും. കാരണം അഖില പേര് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ അവർ ചെയ്യുകയാണ്. അപ്പം അവർ ചെയ്യുമ്പോൾ അവിടെ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് സുധാമൂർത്തിൻ്റെ ഒരു ബുക്കാണ്. അതൊന്ന് ജസ്റ്റ് വെറുതെ നോക്കി വായിക്കാനൊന്നും സമയമില്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ഹസ്ബൻഡിൻ്റെ ടേണാണ്. ഇപ്രാവശ്യം ചൂസ് ചെയ്തത് വളരെ ഒരു സിമ്പിളായിട്ടില്ല ഓമിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം എന്താണെന്നുള്ളത്. അപ്പം ഇങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഓണർ ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് സിസ്റ്ററിൻ്റെ പേരാണോ അത് ബ്രദറിൻ്റെ പേരാണോ കയ്യിൽ എന്നാണ് അവൻ ചോദിച്ചത്.
ഓക്കെ ജോളി എന്തോന്ന് പറഞ്ഞ്. ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. ലാസ്റ്റ് അവരെന്തോ ഒരു ക്രീം ലാസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്സ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാളെ ഫൈനൽ ലുക്കാട്ടോ.